ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. വൈകുന്നേരമായിട്ട് നിങ്ങൾക്കെല്ലാം എന്താ പരിപാടി? ഞാൻ ഇവിടെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമെല്ലാം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കഴിക്കാൻ പറ്റുന്ന സ്റ്റേജിലല്ല കേട്ടോ. അപ്പൊ ഞാൻ കരുതി ഒന്ന് പഴംപൊരി ഉണ്ടാക്കി കഴിക്കാന്ന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഷോർട്സിൽ പഴംപൊരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഞാനിത് ലോങ് വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഇങ്ങനെ പഴംപൊരി മാത്രല്ല, എന്റെ വൈകിട്ടത്തെ ചായ കുടി അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത്തപ്പഴയില്ലേ ഇതുപോലെ നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. നാട്ടിൽ നിന്ന് വന്നിട്ട് കിച്ചണെല്ലാം സെറ്റ് ആയിട്ട് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചില സാധനങ്ങളെല്ലാം ചേഞ്ച് ആയി, പൊസിഷനൊക്കെ ചേഞ്ച് ആയി, ചിലത് പഴയത് തന്നെയാണ് അങ്ങനെ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം മൈദ ഇടുന്നുണ്ട്, കാരണം ഇതൊരു 1.5 കിലോ പഴം വരും. അപ്പൊ അത്രയും ബാറ്റർ വേണമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരിപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. 1 ടീസ്പൂൺ മതി കേട്ടോ. ഒരുപാടായി പോയാല് ഒരു കറുമുറ മീൻസ് ഭയങ്കര കട്ടിയായി പോകും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനൊരു സ്വല്പം ഉപ്പ് ചേർക്കുന്നുള്ളേ. ഇനി പഞ്ചസാര. ഞാൻ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ചധികം പഞ്ചസാര ചേർക്കുക കേട്ടോ. എനിക്ക് ആ ഒരു ബാറ്ററിന് മധുരം വേണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ളേ ചേർക്കാവൂ കേട്ടോ. ഒരുപാടായി പോയാല് പഴംപൊരിയുടെ കളർ മാറിയിട്ട് ഒരു റെഡിഷ് കളറായി പോകും. ഇനി ഞാൻ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് ചേർക്കുന്നത് തൈരാണ് കേട്ടോ. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. 3 അല്ലെങ്കിൽ 2. അത്യാവശ്യം പുളിയുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 2 ചേർക്കുന്നുള്ളേ. നിങ്ങളുടെ കയ്യിൽ തൈരില്ലെങ്കിൽ ദോശമാവില്ലേ, അതായത് പുളിച്ച ദോശമാവ്, അത് 1 ടീസ്പൂൺ ചേർത്താൽ നല്ലപോലെ പഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ തൈര് അല്ലെങ്കിൽ ദോശമാവ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കട്ടയൊന്നും കെട്ടാതെ കിട്ടും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ ഗൈസ്, ഈ ഒരു തിന്നിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഒരുപാട് കട്ടിയാകാനും ഒരുപാട് ലൂസ് ആവാനും പാടില്ല കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയാലോ. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ പഴം ബാറ്ററിൽ മുക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ബാറ്റർ വന്നിട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ മാവ് അടിയിൽ പോയി ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇതുപോലെ പഴംപൊരി ഇങ്ങനെ ഫ്ലോട്ട് ആയിട്ട് കിടക്കും. എന്നിട്ട് നമ്മുടെ ഈ പഴംപൊരി ഒന്ന് വീർത്ത് ഇങ്ങനെ വരും കേട്ടോ. ഞാനിപ്പോ ഒറ്റ ട്രിപ്പില് 4 വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഒരു സെറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു, ബാറ്റർ കറക്റ്റ് ആണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ ബോട്ടിൽ ഞാനും വാങ്ങി കേട്ടോ. അപ്പൊ ഞാൻ വെള്ളം അളന്ന് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാം. ഇതാകുമ്പോ നമ്മള് വെള്ളം എത്ര കുടിച്ചു എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ആയിട്ട് കിടപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഇത്ര ഒന്ന് മൊരിയണം, അതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൊരിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവേ. ഞാൻ ഒരു വശം ഇങ്ങനെ ഒന്ന് വെന്ത് ഫ്ലോട്ട് ആകുമ്പോഴത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കേ. എന്നിട്ട് അടിഭാഗവും കൂടി ഒന്ന് നല്ലപോലെ വെന്തതിന് ശേഷം ഒന്നുകൂടി മറിച്ചിടും. അങ്ങനെ 2 പ്രാവശ്യം മറിച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് നിർത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു വശം ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് മുകളിലത്തെ ആകെ ഒരുമാതിരി തണുത്തണായിരിക്കും കേട്ടോ. ഇത് 2 വശം ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാല്, ഇനി ഈ പഴം ഇരുന്ന കേടായി പോകും. നമ്മൾ നാട്ടിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ. പിന്നെ എന്താ, ഇനി ഞാൻ രാത്രി ഇനി ഡിന്നറിൽ വേറെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. ഈ ചായയും പഴംപൊരിയും കഴിച്ചിട്ട് ബ്രേക്ക് ആവും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കുന്നത്. ഉച്ചക്കത്തേക്കുള്ള കിഴങ്ങ്, മീൻകറി, ചോറൊക്കെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഇച്ചക്കുട്ടിക്ക് എന്ത് സ്നാക്സ് ഉണ്ടെങ്കിലും അവൾക്ക് കുറച്ച് ചോറ് രാത്രി വേണം. അപ്പൊ അവൾക്കുള്ള ചോറുണ്ട്. പിന്നെ ഇക്കാക്ക് ഞാൻ ഇത് കൊടുത്ത് അഡ്ജസ്റ്റ് ആക്കും. അപ്പൊ നാട്ടിൽ പോയിട്ട് വന്നിട്ട് എല്ലാരും നല്ലതുപോലെ തടി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫുഡ് അടിയല്ലായിരുന്നോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇക്കാക്ക് ഡയറ്റൊക്കെ ചെയ്ത് ഇക്കാന്റെ ഫിസിക്കലൊക്കെ തിരിച്ചു കൊണ്ടുവരണം. എനിക്കും വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടിയില്ല ഗൈസ്. എനിക്ക് പോയപ്പോഴുണ്ടായിരുന്ന അതേ വെയിറ്റ് തന്നെ ഇപ്പോഴും ഉള്ളത്. പക്ഷെ വയറ് നന്നായിട്ട് ചാടി. എക്സസൈസ് ഒക്കെ ചെയ്ത് നമുക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പഴംപൊരിയൊക്കെ തിന്ന് തീർത്തിട്ട് സ്റ്റാർട്ട് ചെയ്യും.
ഞാൻ വിചാരിച്ച ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പഴംപൊരിയൊക്കെ തിന്ന് തീർത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ സമയം കൊണ്ട് ഒരു ചായ സെറ്റാക്കാണ് കേട്ടോ. ചായ ഇല്ലാതെ എന്ത് പഴംപൊരി അല്ലേ ഗൈസ്. അപ്പൊ ചായ ആയിട്ടുണ്ട്. ഞാൻ പ്രലോഭിപ്പിച്ച് ഇക്കായും ഇപ്പോ വിത്തൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇക്കായും ചായയിൽ പഞ്ചസാര ഇടാറില്ല. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പഞ്ചസാര വേണ്ട. ഇക്കിപ്പോ വരും കേട്ടോ. ഇപ്പോ ഡ്യൂട്ടിക്ക് പോയേക്കാണ്. ഞാനിപ്പോ എനിക്കുള്ള ചായ ഒഴിച്ചു വെക്കും, ഇക്കാക്കുള്ളത് മാറ്റി വെക്കാണ്. ചായ ചൂടാറുന്നതിന് മുമ്പ് വരുമെന്ന് കരുതുന്നു. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്റെ പഴംപൊരിയുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇശുക്കുട്ടീനെ കൂടെ വെളിച്ചെണ്ണത്തിയിട്ട് പഴംപൊരിയും ചായയും കുടിച്ചാലോ? എങ്ങനെയുണ്ട് ഗായ്സ്? അങ്ങനെ നമ്മുടെ ഇച്ചുക്കുട്ടി ഉറക്കം എണീറ്റിട്ടുണ്ട് കേട്ടോ. ഉറക്കത്തിൽ എണീച്ച ക്ഷീണത്തിലിരിക്കുകയാണ്. നമുക്ക് പഴംപൊരി കഴിച്ചാലോ? കഴിച്ചില്ലേ? ടേസ്റ്റ് ഉണ്ടാ നോക്കിയാണ്. എങ്ങനെയുണ്ട് ഇച്ചുക്കുട്ടി? ഇഷ്ടപ്പെടാ? ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഗൈസ്. ചൂടത്ത് ചൂട് ചായ കുടിക്കുന്ന സൈക്കോയാണ് ഞാൻ. നിങ്ങൾക്ക് ഇതിന്റെ ക്രിസ്പിനെസ് ഞാൻ കേൾപ്പിച്ചു തരാവേ. പുറം ഭാഗം നല്ല ക്രിസ്പാണ്, അകം നല്ല സോഫ്റ്റും. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ തോന്നത്തില്ല. സോ എമ്മി. നല്ല ചൂടുണ്ട്. അപ്പൊ എന്നെ പോലെ ചൂട് ചായയും പഴംപൊരി ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് ബൈ.